അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ ആ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറയുന്നു. അമേരിക്ക ഇപ്പോൾ താഴെ പോകുമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെയാണെങ്കിലും ഇന്നും അമേരിക്ക തന്നെയാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ പറയുന്നത് അറിയാം? ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, വിൻഡോസ് ഇവയുടെ എല്ലാം നിയന്ത്രണം അമേരിക്കൻ സാഹിബിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അമേരിക്ക വിചാരിക്കുന്നത് പോലെയാണ് ലോകത്ത് ഏതാണ്ട് 90% കാര്യങ്ങളും നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗൂഗിളിനെ വെല്ലുവിളിക്കാൻ ലോകത്തൊരാൾക്കും ഒരു സെർച്ച് എഞ്ചിൻ പോലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വലിയ പ്രചാരം നൽകാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നും യൂട്യൂബ് പോലെയുള്ള ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ആർക്കും കഴിയുന്നില്ല. എന്തിന്? ഫേസ്ബുക്ക് പോലെ, ഇൻസ്റ്റഗ്രാം പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ല. ഇന്ത്യക്ക് പോലും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ ഇത്തരം ടെക്നോളജി നിയന്ത്രിക്കുന്ന കമ്പനികളുടെ എല്ലാം തലപ്പത്തിരിക്കുന്നതാകട്ടെ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അപ്പം മിടുക്കരായ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജോലി തേടി അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ആ രാജ്യത്തിന് വേണ്ടി ടെക്നോളജി വികസിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തുന്നു. അവർ കമ്പനികളുടെ തലപ്പത്തെത്തുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നുകൊണ്ട് അത്തരം കമ്പനികൾ ഡെവലപ്പ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അടുത്തിടെ പറഞ്ഞൊരു കാര്യം, അമേരിക്കൻ കമ്പനികൾ ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സിങ്ങിനായിട്ട് ആശ്രയിക്കുന്ന ഇന്ത്യയിലെ IT കമ്പനികളെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഔട്ട്സോഴ്സിങ് അങ്ങ് നിർത്തണം, അല്ലെങ്കിൽ ഗൂഗിളും മൈക്രോസോഫ്റ്റും വിൻഡോസും ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ട സാറ്റലൈറ്റ് സംവിധാനം, ആ സഹായം ഞങ്ങൾ തരുന്നില്ല എന്ന് അമേരിക്ക അങ്ങ് തീരുമാനിക്കുമോ? ഒരു വലിയ ആശങ്കയാണ്. ഒറ്റയടിക്ക് ഇത് നിർത്താനൊന്നും പോകുന്നില്ല. കാരണം ഗൂഗിളിന് അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബിനൊക്കെ കിട്ടേണ്ട വലിയ പരസ്യ വരുമാനം ഉൾപ്പെടെ നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ട്രംപിനെ പോലെയുള്ള ഒരാൾ തീരുമാനമെടുത്താൽ വേണമെങ്കിൽ ലോകത്തെ നിശ്ചലമാക്കാം. അതായത് ഷെയർ മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്ന, മെയിലുകൾ ഉപയോഗിച്ച് ഓരോ കമ്പനികളുടെയും ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന, എന്തിന് നമ്മുടെ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡിനെ, ഈ ഗൂഗിളിൻ്റെ ഭാഗം തന്നെയാണ് ആൻഡ്രോയിഡിനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നിശ്ചലമാക്കാൻ വേണമെങ്കിൽ ഈ അമേരിക്കയ്ക്ക് സാധിക്കും. അപ്പം ഗൂഗിളിനെ മറികടക്കാൻ കഴിയുന്ന, അതിനോട് ബദലായിട്ട് നിൽക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, അതായത് IIT ഒക്കെ പഠിച്ച് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കില്ലുണ്ട്. അവർ ടെക്നോളജിയിൽ ഒരുപാട് മുമ്പിലാണ്. അങ്ങനെ അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി പണി ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇവർ മാറുകയാണ്. ഇന്ത്യയിൽ 25,000 30,000 ശമ്പളം കിട്ടുമെങ്കിൽ അത് അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി ചെയ്താൽ 3,500,000 ലക്ഷം വരെ കിട്ടും. അപ്പം സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് വേണ്ട രീതിയിൽ നമ്മുടെ രാജ്യത്തെ കമ്പനികളെ വളർത്താൻ ഇവർ ശ്രമിക്കുന്നില്ല. ഇതൊരു ആരോപണമാണ്. ശരിക്കും മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഗവൺമെൻറ്റുകൾ വേണ്ട രീതിയിലുള്ള പിന്തുണ ഈ കമ്പനികൾക്ക്, ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ടോ? അങ്ങനെ നൽകുന്നുമില്ല. ഗൂഗിളിൻ്റെ തലപ്പത്തുള്ള സുന്ദർ പിച്ചൈ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലെ വികാസത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ നമ്മൾ എത്രത്തോളം വലുതാകും? ഇപ്പോൾ ടിക്ടോക്കൊക്കെ നമുക്ക് വെല്ലുവിളി ഉയർത്തിയപ്പോൾ നമ്മൾ നിരോധിച്ചിരുന്നു. അപ്പോൾ ചൈനയുടെ ടിക്ടോക്കിന് ബദലായിട്ട് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അത് നോർത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രൊഫഷണൽ സമീപനമില്ല. അപ്പോൾ പ്രൊഫഷണലിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്താനുള്ള ബുദ്ധി, അല്ലെങ്കിൽ എന്താ പറയുക, ടെക്നോളജി, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഗൂഗിളിന് പകരമായിട്ട് ചില നീക്കങ്ങൾ റിലയൻസ് നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ അംബാനിയെയും അദാനിയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും റിലയൻസിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്രൗസറിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ഇതുമായിട്ട് യോജിച്ച് പോകണമെങ്കിൽ കാലം കുറച്ചെടുക്കും. കാരണം ഇപ്പോഴും നമ്മുടെ ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇതെല്ലാം തന്നെ ഈ പറയുന്ന ആൻഡ്രോയിഡുമായിട്ടൊക്കെ കണക്ട് ചെയ്താണ്. അതിപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ആമസോൺ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഇതിനകത്തൊക്കെ നമുക്ക് ഇവരുമായിട്ട് ബന്ധം വേണം. അപ്പോൾ GPS-നെ നിയന്ത്രിക്കുന്ന, നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ ഒട്ടാകെ നിയന്ത്രിക്കുന്ന, എന്തിന് ഓഹരി വിപണികളെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, മികച്ച രീതിയിൽ മൈക്രോസോഫ്റ്റ്, വിൻഡോസ്, ഗൂഗിൾ ഇതെല്ലാം തന്നെ അമേരിക്കയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ട്രംപിന് ഇത്ര ധൈര്യം. ഒരു വെല്ലുവിളി വേണമെങ്കിൽ ഉയർത്താമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഡ്രോണുകളാണ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഈ പറയുന്ന ആയുധങ്ങളുടെ നിർമ്മാണ ഭാഗമായിട്ടൊക്കെ എടുക്കുന്നത്. ഇത്തരത്തിൽ വലിയ പിന്തുണ കൊടുത്താൽ, അല്ലെ IIT-കളുടെ പ്രോഡക്റ്റുകൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നൽകിയാൽ നമ്മുടെ രാജ്യത്തിനും വികസിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഒരു ബദൽ നമുക്ക് വേണം. ഒരു രാജ്യത്തെ മാത്രം പിന്തുണച്ചിരുന്നാൽ, അല്ലെ അവരെ മാത്രം
ആശ്രയിച്ചിരുന്നാൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് പോലെ 100% താരിഫൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കുറച്ച് കാലത്തേക്കെങ്കിലും തളർത്താൻ പറ്റും. അപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ചെന്നൈ കേന്ദ്രമാക്കി സോഹോ എന്ന് പറയുന്ന ഒരു കമ്പനിയൊക്കെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഏതാണ്ട് 1996 മറ്റോ ആണ് തുടങ്ങിയത്. ഇന്ന് അതിനകത്ത് ഏതാണ്ട് 40,000 എംപ്ലോയീസ് ഉണ്ട്. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചാറ്റിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, ഇമെയിലിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ നിർമ്മാണമുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ വികസിക്കണം. അപ്പം ലിനക്സ് പോലെയുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയർ അമേരിക്കയിൽ ഉണ്ടായിട്ടും അതിനൊന്നും തന്നെ ഈ ഗൂഗിളിനെയോ മൈക്രോസോഫ്റ്റിനെയോ വിൻഡോസിനെയോ ഒന്നും അതിജീവിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. അപ്പം മെയിൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 90% കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ ഗൂഗിളിനെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ യാഹൂ മെയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, അതൊക്കെ പോയിട്ട് ജിമെയിൽ വന്നപ്പോൾ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത നമുക്കില്ല. എന്ത് കാര്യത്തിനും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളൊരു IT കമ്പനി തുടങ്ങി, നമ്മുടെ ശ്രദ്ധ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ട് അവർക്ക് വേണ്ടി ബിസിനസ് ചെയ്യാമെന്നാണ്. കാരണം ഡോളറിൻ്റെ നിലവാരം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ കറൻസികളുടെ വില ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് ശമ്പളമായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ശ്രമിക്കുന്നത്. അപ്പം നമുക്കെതിരെ അമേരിക്ക ഇത്തരം ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ ആഫ്രിക്കയിലേക്കോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഒക്കെ ബന്ധം മെച്ചപ്പെടുത്താനും നമ്മൾ ശ്രമിക്കണം. ഇത് വളരെ നിർബന്ധമാണ്. അപ്പം AI ഇൻ്റഗ്രേഷൻ്റെ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള നീക്കം ഇനിയും ഇന്ത്യ നടത്തിയില്ലെങ്കിൽ നമ്മളെ എപ്പോൾ വേണമെങ്കിലും ടെക്നോളജിയിൽ അടിച്ചിരുത്താൻ പറ്റും. ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ ഔട്ട്സോഴ്സിങ് ഇന്ത്യയിൽ നിന്ന് വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ടെക്നോ പാർക്ക് ഉൾപ്പെടെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികൾ, കേരളത്തിലെ, തമിഴ്നാട്ടിലെ, കർണാടകയിലൊക്കെ ഒരുപാട് IT കമ്പനികൾ നിർത്തേണ്ടി വരും. ഒരുപാട് പേർ തൊഴിൽ രഹിതരായി പോകും. ഒരുപാട് വ്യവസായങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഗൂഗിൾ, ഇതിനൊക്കെ തന്നെ ബദൽ നമ്മൾ നിർമ്മിക്കണം. ഇപ്പം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ സോഷ്യൽ മീഡിയ ഒന്ന് ബാൻ ചെയ്തു. അയാൾ എന്ത് ചെയ്തു? പ്രസിഡൻറ്റിൻ്റെ പവർ ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച് ഒക്കെ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഇന്നും ട്രംപ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ട്രൂത്ത് സോഷ്യലിലൂടെ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ വളർത്താമെന്ന് ട്രംപ് തെളിയിക്കുകയാണ്. ട്രംപിനേക്കാൾ ബുദ്ധിയുള്ള, പണമുള്ള, കഴിവുള്ള നിരവധി കോടീശ്വരന്മാർ ഇന്ത്യയിലുമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? അപ്പോൾ കഴിവില്ലാത്തവർ ഇവിടെ ഇല്ല എന്നുള്ളതല്ല, പകരം നമ്മുടെ സർക്കാർ യഥാർത്ഥ സമയത്ത് വേണ്ട സാമ്പത്തികമായ ടെക്നോളജിപരമായിട്ടുള്ള പിന്തുണ നൽകുന്നില്ല. നമുക്കും ധാരാളം സാറ്റലൈറ്റ് ഒക്കെ ഉണ്ട്. അവയുടെ പിന്തുണ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സെർച്ച് എഞ്ചിനുകൾ, ബ്രൗസറുകൾ ഇതൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഒപ്പം നമ്മുടേതായ സ്വന്തം ആപ്ലിക്കേഷൻ വേണം. ചൈനയ്ക്ക് അവിടെ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് അവരുടെ സ്വന്തം രാജ്യത്തെ, അല്ലാതെ ഈ കാണുന്ന ഗൂഗിളിൻ്റെയോ അല്ലെ അമേരിക്കൻ സായിപ്പിൻ്റെയോ ഒന്നും അല്ല. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇനിയെങ്കിലും നമ്മൾ കടക്കണം. അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്നത് ടെക്നോളജിയുടേതാണ്. ഇങ്ങനെ ടെക്നോളജിക്കലായിട്ടൊരു സ്ട്രൈക്ക് വന്നാൽ ഇന്ത്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഗൂഗിളിന് പകരക്കാരനെ വേണം. അപ്പോൾ സോഹോ പോലെയുള്ള കമ്പനികളുടെ ഒരു ശ്രമത്തെ അത് നമ്മൾ അഭിനന്ദിക്കണം. അവരുടെ നീക്കത്തിനെല്ലാം പിന്തുണയും കൊടുക്കണം. സ്വാഭാവികമായിട്ടും റിലയൻസ് ഈ ബ്രൗസറിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ആൻഡ്രോയിഡിന്, ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനൊക്കെ ബദലായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഗൂഗിളിന് ഒരു ഇന്ത്യൻ കമ്പനി വെല്ലുവിളി ഒരുക്കിക്കൊണ്ട് വരുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാം.